ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നൊരു നാടൻ സാമ്പാറാട്ടോ. നമ്മുടെ വീട്ടിലെ ചേരുവകളൊക്കെ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും സാമ്പാറാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാനായി 100 ഗ്രാമോളം തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി അതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 2 ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്ക് ഒരു വിസിൽ വരുന്നിരുന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു വിസിൽ മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇവിടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ചേന അരിഞ്ഞതും, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങും, പിന്നെ ഒരു മുരിങ്ങക്കായും, ഒരു വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പം കഷ്ണങ്ങളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊരു വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്ത് ഞാൻ അതൊന്ന് വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കഷ്ണങ്ങളും പരിപ്പുമൊക്കെ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ അതേ സ്പൂണിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമ്മൾ ചേർത്താൽ മതി. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളിയും കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ തക്കാളി ചേർത്തപ്പോൾ കുറച്ച് പുളി മതി നമുക്കിനി. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് തിക്കായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് 1/2 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കഷ്ണങ്ങളും പരിപ്പുമൊക്കെ നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ ഇവിടെ റെഡിയായപ്പോൾ നമുക്കൊരു വറവിടാലേക്ക് ഒരു ചെറിയൊരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു പിഞ്ച് ഉലുവയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടവും വേണം നമ്മളൊന്ന് വറവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. സാമ്പാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇതുപോലെ സാമ്പാർ എല്ലാവരും ഇതുപോലൊക്കെ തയ്യാറാക്കി നോക്കണം. പിന്നെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിച്ചേക്കണം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.